ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാൻ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ റെഡി ആവണം, അത് കാണിച്ചു തരാം. പിന്നെ പോയിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. അമ്മ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. അമ്മ ഹായ്. ഗായ്സ്, ഞാനിപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ ഏത് ഡ്രസ്സാണ് ഇടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കണ്ടിട്ടുള്ള ഡ്രസ്സ് തന്നെ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗായ്സ്, ഞാൻ ഈ ഡ്രസ്സാണ് ഇടാൻ പോണത്. അപ്പം ഞാൻ പോയി മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. അതിന് ശേഷം ഒരുങ്ങണത് പിന്നെ കാണിച്ചു തരാം. അത് ഒരുങ്ങാൻ ഞാൻ അത്രയ്ക്കൊന്നും ഒരുങ്ങില്ല, സിമ്പിളാണ്. അപ്പോൾ ശരി. അപ്പോൾ ഗൈസ്, നമുക്ക് റെഡി ആവാം. ഞാൻ ഇത് കണ്ണ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് 2 കണ്ണ് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം കമ്മലിട്ട് കൊടുക്കാം. ഈ കമ്മലാണ് ഇടണം. ഇത് കയറ്റാൻ എളുപ്പമാണ് കാതിൽ, അതുകൊണ്ടാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഈ കമ്മൽ. എൻ്റെ കയ്യിലുള്ള കമ്മലുകളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം ഇത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് പൊട്ട് വെച്ച് കൊടുക്കാം. എൻ്റെ ബോക്സ് ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്, സാധനങ്ങളൊക്കെ. ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്, ഐടെക്സിൻ്റെ പൊട്ട്. ഇത് വെച്ച് കൊടുക്കാം. കറക്റ്റായില്ലേ? ഇനി നമുക്ക് കുറി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വലിപ്പം കുറച്ച് കൂടിപ്പോയതുപോലെ തോന്നുന്നു. അപ്പോൾ ഗൈസ്, ദേ കയ്യിൽ ഈ സംഭവം ഇടാം. പിന്നെ ഇതാ ഈ ഒരു റിങ്, ഇത് ഞാൻ ഈ കയ്യിലിടും. ഒരു റിങ് കൂടെ ഉണ്ട്, ഇത് ഞാൻ ഈ കയ്യിലിടും. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മുഖത്ത് പൗഡർ ഇട്ടിട്ടില്ല. അപ്പോൾ ഇനി തല കെട്ടാം നമുക്ക്. ഞാൻ പോയി ചീപ്പ് എടുത്തോണ്ട് വരാൻ മറന്നുപോയി. അപ്പോൾ ഗൈസ്, ഞാൻ തല കെട്ടിയത് ഇങ്ങനെയാണ്. ഇങ്ങനെ സൈഡ് എടുത്തിട്ട് ഇവിടുന്ന് ചെറുതായിട്ട് ചുരുക്കി ഒരു ക്ലിപ്പ് കുത്തി വെച്ചു. അതേപോലെ ഈ സൈഡിൽ നിന്നും കുറച്ച് എടുത്തിട്ട് ചെറുതായിട്ട് താണ്ട് ചുരുക്കി ഒരു ക്ലിപ്പ് കുത്തി കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരുക്കം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. എൻ്റെ ബാഗ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ബാഗ് ഒരു കൊച്ചു ബാഗാണ്, അതുകൊണ്ടാണ് പോകാൻ പോണത്. ഞാൻ ബസ്സിലാണ് പോണത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ബാഗ്. ഇതും കൊണ്ടാണ് ഞാൻ പോകാൻ പോണത്. പിന്നെ ഫോണുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് പോയിട്ട് വന്ന് കാണാം. ബൈ. അപ്പോൾ ഗൈസ്, ഞാൻ പുറത്തൊക്കെ പോയിട്ട് വന്നു, വിയർത്തൊരു പരുവായി. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഞാൻ തല കെട്ടണം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷേ ആ വീഡിയോ എടുത്ത് അത് പിന്നെ അത് നേരെ ഇടാൻ പറ്റിയിട്ടില്ല വീഡിയോയിൽ. അതാണ് തല കെട്ടണം കാണിക്കാത്തത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം. അല്ല, അമ്മയടുത്ത് ചോദിക്കാം, അമ്മ പറയട്ടെ എന്തൊക്കെ ഉണ്ടാക്കിയെന്ന്. അതിന് ശേഷം കാണിച്ചു തരാം. അമ്മ ഇങ്ങോട്ട് നോക്ക്, നിൽക്കേ. ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി ഞാൻ? ചോറ്, തൈര് കറി, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കി. ഉരുളക്കിഴങ്ങ് കറിയും തൈര് കറിയും, തൈര് കറിയല്ല മോര് കറിയും, ചോറ്. അപ്പം ഗൈസ്, അമ്മ പതുക്കെയാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. ഞാൻ അടുക്കളയിൽ വന്നു. ലൈറ്റ് ഇട്ടോട്ടെ. അപ്പം ലൈറ്റ് ഇട്ടു. നമുക്ക് കാണിച്ചു തരാം. ഞാൻ ചോറുണ്ട്. ഇതിപ്പോൾ എല്ലാവരും എടുത്ത് കുറച്ചേ ഉള്ളൂ ഇനി രാത്രിത്തേക്കുള്ളത്. രാത്രി ഇനി അച്ഛൻ മാത്രമേ കഴിക്കുള്ളൂ. ഇത് ഉരുളക്കിഴങ്ങ് കറിയാണ്. ഞാൻ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഉരുളക്കിഴങ്ങ് കറി വെച്ചത്. എന്നും ഞാൻ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടും. ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ഇട്ടത് മറന്നുപോയല്ലോ. ഓർത്തിട്ട് മഞ്ഞൾപ്പൊടി,
പിന്നെ ഗരം മസാല, പിന്നെ ചിക്കൻ മസാല അതായിട്ടാണ് ഉണ്ടാക്കിയത് ഇന്നത്തെ ഈ ഉരുളക്കിഴങ്ങ് കറി. പിന്നെ രസമുണ്ട്, പിന്നെ മോര് കറി. ഇതാണ് എനിക്ക് ആകെപ്പാടെ ഉണ്ടാക്കാൻ അറിയാവുന്നത് നേരാവണ്ണം. ഗൈസ്, നിങ്ങൾ കണ്ടല്ലോ, ഇത്രയാണ് ഉള്ളത്. ഇപ്പോൾ വൈകുന്നേരം എന്ത് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോഴാണ് ഐഡിയ വന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. പക്ഷെ അന്ന് എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് കാണിച്ചു തരാം. ഓറഞ്ച് ജ്യൂസാണ് ഉണ്ടാക്കാൻ പോണത്. അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ചു തരാം. അമ്മ ചോദിച്ചു, അമ്മയ്ക്ക് വിശക്കണമെന്ന് വീണ്ടും. അപ്പം ഞാൻ അടുക്കളയിലോട്ട് പോവുകയാണ്. മിക്സി ഏതായാലും ഹോളിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി അടിക്കാൻ പറ്റും. അതിൻ്റെ ജാറ് വലുതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നിങ്ങളിത് കാണുന്നില്ലേ, ഓറഞ്ച് ഞാൻ പൊളിച്ചിട്ടതാണ്. ഇനിയും ഒരു 1 2 3 4 എണ്ണം ഉണ്ട് പൊളിക്കാൻ. അതും കൂടെ പൊളിച്ചിടണം. അപ്പോൾ അതും കൂടെ പൊളിച്ചിട്ടിട്ട് ഞാൻ കാണിക്കാം. നിങ്ങൾ ഈ ജാറ് കാണുന്നില്ലേ, ഇതിലോട്ട് നമ്മൾ പൊളിച്ചിട്ട ഓറഞ്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 2 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാര ഇടുകയാണ്. 1 2, കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. 2.5 മതിയാവും, ഇത്ര മതി. അപ്പോൾ ഗൈസ്, നമുക്കിത് അടച്ച് വയ്ക്കാം. അടച്ച് ഇനി മിക്സിയിൽ വെച്ച് അരച്ചെടുക്കാം. ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, മൊത്തം അരച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജ്യൂസ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇതിനി അരിച്ചെടുക്കണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണത്. അമ്മ അവിടെ നിന്നുകൊണ്ട് അരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയി അരിച്ചിട്ട് വരാം. ഗൈസ്, ഇതാ ഇങ്ങനെയാണ് കിട്ടിയത്. ഞങ്ങൾ കുടിച്ച് നോക്കി, പക്ഷെ ഭയങ്കര കയ്പ്പായിരുന്നു. ഇതിൻ്റെ അകത്തുള്ള കുരു ആണെന്ന് തോന്നുന്നു കയ്പ്പിന് കാരണം. കുരു മാറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് ഗൈസ്, ഞങ്ങളിത് കളയാൻ പോവുകയാണ്. കയ്പ്പ് കാരണം കുടിക്കാൻ വയ്യ. ഗൈസ്, എൻ്റെ അമ്മ വിശന്നിരിക്കുകയാണ്. ഒരു ജ്യൂസ് അടിച്ചതും പാളിപ്പോയി. അപ്പോൾ ഇനി കുറച്ച് പാലുണ്ട്, അത് അമ്മയ്ക്ക് ചൂടാക്കി ഗൈസ്. അപ്പം ഞാൻ പാല് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാൻ പുറത്ത് പോയിട്ട് വിയർത്തൊരു പരിവായി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ക്യാമറ കുറച്ച് ഇതാണെന്ന് തോന്നുന്നു, ഡള്ളാണ്. കുറച്ച് വിയർത്തിട്ടുണ്ട് ഏതായാലും. അപ്പോൾ ഞാൻ പോയി മുഖം കഴുകിയിട്ട് വരാം. ഈ കമ്മലൊക്കെ ഊരി കളഞ്ഞിട്ട് പോവാം. വേദന എടുക്കുന്നു. ഞാൻ ഈ ക്യാമറ എങ്ങോട്ട് വയ്ക്കും? ഇനി ഊരാം. ഒട്ട് മാച്ച് കളയാം. പൊട്ടെടുത്ത് കയ്യിൽ ഒട്ടിച്ച് വയ്ക്കാം. മുഖം കഴുകിയിട്ട് വന്ന് ഒട്ടിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ പോയി മുഖം കഴുകിയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ മുഖത്തെല്ലാം ചെയ്ത് കളഞ്ഞ്, പക്ഷേ എന്ന് വെച്ചാൽ സോപ്പിട്ട് കഴുകി കളഞ്ഞിട്ട് വന്നേക്കാണ് ഞാൻ എൻ്റെ മുഖം. ഞാൻ ലൈറ്റ് ഒന്നിടട്ടെ. ഇപ്പോൾ ക്യാമറ ക്ലിയറായി, ക്ലാരിറ്റി ഉണ്ട്. ഇപ്പോൾ ലൈറ്റ് ഇടാതിരുന്നപ്പോൾ ഒരുമാതിരി ആയിപ്പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ഇപ്പോൾ എൻ്റെ മുഖത്ത് വേറെ ഒന്നും ഇടാറില്ല. നേരത്തെ മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം ഞാൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മളെ യൂട്യൂബ് ചാനലിൽ വ്യൂവേഴ്സ് കുറവാണ്. കാണുന്നവർ ആയിരുന്നാലും എല്ലാവരും കുറവാണ്. സബ്സ്ക്രൈബേഴ്സും 455 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റ് ഇപ്പോൾ നോക്കിയില്ല. അങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പോണില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോസ് കാണാൻ ശ്രമിക്കുക, കമൻറ്റ് ചെയ്യുക. എന്നും ഞാൻ പറയുന്നതാണ് കമൻറ്റ് ചെയ്യുക. ഞാൻ ഇന്നും പറയുന്നു, നിങ്ങൾ മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എന്താ പറയേണ്ടത്? അപ്പോൾ ബൈ.